പറഞ്ഞതുപോലെ തന്നെ വലിയൊരു പോലീസ് എന്നെ ചിക്കൻ ബോക്സ് ഞാൻ പറയട്ടെ സാറേ മീഡിയ പറയില്ലേ ചിക്കൻ ബോക്സായിട്ടുള്ള എന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് സർട്ടിഫിക്കറ്റ് ഉണ്ട് ചോദിക്കണം. സാന്ത്വന സജീവ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. എന്താണ് സുഗതൻ പ്രതികരിക്കുന്നത്? സാന്ത്വന. റിജിത്ത്, നേരത്തെ ഗോപാൽ സൂചിപ്പിച്ച കാര്യം തന്നെയാണ്. തനിക്ക് ചിക്കൻ പോക്സ് ആണ്, താൻ വീട്ടിലായിരുന്നു, അതിനിടയ്ക്ക് അന്വേഷണം മുമ്പിൽ സാരാമൻ 2 ദിവസം കൊണ്ട് വേണമെന്ന് പറഞ്ഞപ്പോ ഇവരെന്റെ വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്തിട്ട് പോയി. ഇന്ന് ഹൈക്കോടതിയിൽ അതിന് നമ്പറിട്ട് കേസ് കിടക്കുമ്പോ എന്റെ വീട്ടിൽ നിന്ന് വെടിവെച്ചു വരും. എന്റെ കൊച്ചിനെ മയനായിട്ട് കൊച്ചിനെ അടിക്കുകയും ചെയ്തു, എന്റെ ഭാര്യ അടിക്കുകയും ചെയ്തു. പറഞ്ഞത് തന്നെയാണ്. വലിയ ആരോപണങ്ങളാണ് കൌൺസിലറായിട്ടുള്ള കൌൺസിലറായിട്ടുള്ള സുഗതനും ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്നത്. സാന്ത്വനയാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. ഇപ്പോൾ വൈദ്യപരിശോധന പൂർത്തിയായിരിക്കുന്നു. അതിനുശേഷം മാധ്യമങ്ങൾക്ക് മുമ്പിൽ സുഗതന്റെ പ്രതികരണവും ഉണ്ടാവുന്നുണ്ട്. തന്റെ കുടുംബാംഗങ്ങളെ പോലീസ് മർദ്ദിച്ചു എന്നതടക്കമുള്ള ഗുരുതര സ്വഭാവത്തിലുള്ള ചില ആരോപണങ്ങൾ കൂടി സുഗതൻ ഉയർത്തുന്നുമുണ്ട്. തനിക്ക് ചിക്കൻ ബോക്സ് ആയിരുന്നു, വീട്ടിലെത്തി പോലീസ് ഭീകരാന്തരീക്ഷം ഉണ്ടാക്കിയാണ് തന്നെ അറസ്റ്റ് ചെയ്തത് എന്ന് സുഗതൻ വിശദീകരിക്കുന്നുണ്ട്. പോലീസിനെ സുഗതന്റെ അനുയായികൾ നേരത്തെ വളഞ്ഞതാണ്. അതിനുശേഷമാണ് നാടകീയമായ രംഗങ്ങളൊക്കെ ഉണ്ടായത്. SHOക്ക് പിന്നീട് ആകാശത്തേക്ക് വെടിയുതിർക്കേണ്ട നിലയൊക്കെ ഉണ്ടായി. ഇപ്പോഴും പോലീസ് സ്റ്റേഷന് മുമ്പിൽ, വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷന് മുമ്പിൽ BJP പ്രവർത്തകർ തടിച്ചുകൂടിയിട്ടുണ്ട്. എങ്ങോട്ടാണ് സുഗതനെ കൊണ്ടുപോകുന്നത് എന്നത് സംബന്ധിച്ചൊരു വ്യക്തതയില്ല. ഒരുപക്ഷെ കന്റോൺമെന്റ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് കരുതുന്നത്. വട്ടിയൂർക്കാവ് സ്റ്റേഷന് മുമ്പിൽ ഒരു പ്രതിഷേധ സാധ്യത പോലീസ് മുൻകൂട്ടി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടേക്ക് കൂടുതൽ പോലീസ് സംഘം ഇതിനോടകം എത്തിക്കഴിഞ്ഞിട്ടുമുണ്ട്. സാന്ത്വന വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സാന്ത്വന, എവിടേക്കാണ് സുഗതനെ കൊണ്ടുപോകുന്നത്? സാന്ത്വന. റിജിത്ത്, നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം കന്റോൺമെന്റ് സ്റ്റേഷനിലേക്ക് തന്നെയാണ് കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യമാണ് വ്യക്തമായിരിക്കുന്നത്. കാരണം തിരികെ ഇനി സുഗതനെ വട്ടിയൂർക്കാവ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം പോലീസ് മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നതിലും നല്ലത് കന്റോൺമെന്റ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നത് തന്നെയാണ് എന്നുള്ള നിഗമനത്തിലാണ് നിലവിൽ പോലീസ് ഉള്ളത്. നേരത്തെ ഗോപാൽ സൂചിപ്പിച്ചതുപോലെ തന്നെ BJPക്ക് വലിയ സ്വാധീനമുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ വാഴോട്ടുകോണം. നേരത്തെയും അവിടെ കുറച്ചു നാളുകൾക്ക് മുൻപും അവിടെ ഒരു BJP അതുപോലെ തന്നെ LDF സംഘർഷമൊക്കെ ഉണ്ടാകുകയും പോലീസിന് നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ പോകുകയും ഒക്കെ ചെയ്ത കാഴ്ച നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഇടത്തേക്ക് വീണ്ടും കൊണ്ടുപോകേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് പോലീസ് നിലവിലുള്ളത്. സുഗതനെ ഇപ്പോൾ ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധന പൂർത്തിയാക്കി തിരിച്ച് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കന്റോൺമെന്റ് സ്റ്റേഷനിലേക്ക് തന്നെയാണ് കൊണ്ടുപോകുന്നത് എന്നുള്ള ഒരു പ്രാഥമിക വിവരം തന്നെയാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുകയും ചെയ്തിരിക്കുന്നത്. സുഗതന്റെ പ്രതികരണവും നമ്മൾ ജനറൽ ആശുപത്രിയിൽ വെച്ച് എടുക്കുകയുണ്ടായി. സുഗതൻ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് തനിക്ക് ചിക്കൻ പോക്സ് ആയിരുന്നു എന്നുള്ള കാര്യമാണ്. പകരുന്ന അസുഖമായതുകൊണ്ട് തന്നെ വീട്ടിൽ താൻ കഴിയുകയായിരുന്നു, പുറത്തേക്കൊന്നും ഇറങ്ങാതെ ഇരിക്കുകയായിരുന്നു. ആ സമയത്താണ് പോലീസ് ഇടിച്ചു കയറി വീട്ടിലേക്ക് വരികയും തന്നെ വീട്ടിൽ നിന്ന് ബലം പ്രയോഗിച്ച് പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തത് എന്നുള്ള കാര്യമാണ് സുഗതൻ പറയുന്നത്. അത് മാത്രവുമല്ല, മൈനർ ആയിട്ടുള്ള തന്റെ കുട്ടി ഉണ്ടായിരുന്ന ഇടത്തു വെച്ചാണ് ഇത്തരത്തിൽ SHO വെടിയുതിർത്തത്. അതുപോലെ തന്നെ തന്റെ ഭാര്യയെയും കുഞ്ഞിനെയും ഒക്കെ തന്നെ മർദ്ദിക്കുകയും ചെയ്തു എന്നുള്ള ഒരു വലിയ ആരോപണം കൂടി ഈ സമയത്ത് സുഗതൻ എന്തായാലും ഉയർത്തുന്നുണ്ട്. അതിനുശേഷമാണ് തന്നെ വീട്ടിൽ കയറി ബലം പ്രയോഗിച്ച് പിടിച്ചുകൊണ്ട് പോയത്. താൻ ഒളിവിലായിരുന്നില്ല, മറിച്ച് തനിക്ക് ചിക്കൻ പോക്സ് ആയിരുന്നു, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റെസ്റ്റിലായിരുന്നു താൻ. അത് പകരുന്ന രോഗമായതുകൊണ്ട് തന്നെയാണ് പുറത്തേക്ക് ഇറങ്ങാതെ വീട്ടിൽ തന്നെ ഇരുന്നത് എന്നുള്ള കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട സുഗതൻ എന്തായാലും വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ എന്തായാലും പോലീസ് വാഹനം സുഗതനെ ജനറൽ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുപോകുന്ന പോലീസ് വാഹനം സെക്രട്ടേറിയറ്റിന്റെ ഭാഗത്തേക്ക് എത്തുകയാണ്. കന്റോൺമെന്റ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോകുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഇപ്പോൾ തന്നെ സ്റ്റേഷനിലേക്ക് ഉടൻ തന്നെ എത്തുന്നതാണ്. ഈ വട്ടിയൂർക്കാവ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകേണ്ട എന്നുള്ള ഒരു തീരുമാനം തന്നെയാണ് പോലീസിനുള്ളത്. കാരണം ഇനിയും അങ്ങോട്ടേക്ക് കൊണ്ടുപോയാൽ, പ്രത്യേകിച്ച് BJPയുടെ നിരവധി പ്രവർത്തകർ സുഗതനെ പിടിക്കുന്ന സമയത്ത് തന്നെ ആ സ്ഥലത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ ആളുകൾ ഈ വിവരം അറിഞ്ഞ് അങ്ങോട്ടേക്ക് എത്താനുള്ള ഒരു സാധ്യത കൂടി പോലീസ് മുന്നിൽ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാതെ മറ്റ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുക എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് ഇപ്പോൾ എന്തായാലും കന്റോൺമെന്റ് സ്റ്റേഷന് അടുത്തേക്ക് തന്നെയാണ് വാഹനം പോയിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ കന്റോൺമെന്റ് സ്റ്റേഷനിൽ എത്തും എന്നുള്ള കാര്യം തന്നെയാണ് റിജിത്ത നമുക്ക് മനസ്സിലാകുന്നത്. വലിയ ഒരു പ്രതിഷേധം BJP പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കാണുന്നുണ്ട്. അതേ കന്റോൺമെന്റ് സ്റ്റേഷനിലേക്ക് തന്നെയാണ് വാഹനം എത്തുന്നത്. സ്റ്റേഷനുള്ളിലേക്ക് വാഹനം പോകുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് കാണുന്നത്. വലിയ പോലീസ് സന്നാഹം ആശുപത്രിയിൽ കൊണ്ടുവന്ന സമയത്തും അതുപോലെ തന്നെ ഇപ്പോൾ ഈ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്ന സമയത്തുമൊക്കെ നിരവധി പോലീസുകാർ സുഗതനൊപ്പമുണ്ട് എന്നുള്ളതാണ്